അസ്സലാമലൈക്കും. ഞാൻ ഷാവുൽ ഹമീദിന്റെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ചയായി ഇപ്പൊ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു വകയുമില്ല. നിങ്ങൾ ഞങ്ങൾ സഹായിക്കും. വേണ്ടി എല്ലാവരും സഹായിക്കണം. എന്റെ മോക്കും വേണ്ടി എല്ലാരും സഹായിക്കണം. എന്റെ മോളെ വാപ്പനെ കാണിച്ചു കൊടുക്കണം. എനിക്ക് വേറെ ആരുമില്ല സഹായിക്കാൻ പറയാ നിങ്ങളോട്. എന്റെ മോളേക്ക് വാപ്പനെ കാണിച്ചു കൊടുക്കണം. എന്റെ മോളേക്ക് അധികമാക്കാൻ വേണ്ടിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് 32 വയസ്സ് മാത്രം പ്രായമുള്ള പ്രവാസി സഹോദരനായ ഷാവുൽ ഹമീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാണ്. ഹൃദയ സംബന്ധമായ അസുഖം കാരണം പ്രവാസ ലോകം മതിയാക്കി നാട്ടിലെത്തിയ ഷാവുൽ ഹമീദിന് വളരെ അടിയന്തരമായിട്ട് ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഷാവുൽ ഹമീദിന്റെ പാപ്പാക്ക് 30 ലക്ഷം രൂപ പോയിട്ട് 30 രൂപ എടുക്കാനില്ല. പ്രിയപ്പെട്ടവരെ, ആശുപത്രി കോഴിക്കോട് ആസ്റ്റർ നിംസ് ആശുപത്രിയിലെ വെന്റിലേറ്റർ കഴിയുന്ന ഷാവുൽ ഹമീദിന്റെ സർജറിയിലേക്ക് 30 ലക്ഷം രൂപ ഇനിയും കൊടുക്കാൻ, തുടർ ചികിത്സക്കായിട്ട് 10 ലക്ഷം രൂപ വേറെയും കാണണം. നിർധനരായ ഈ കുടുംബത്തിന് ഈ വലിയ തുക, ഈ ഭീമമായ തുക താങ്ങാവുന്നതിനപ്പുറമാണ്. നാട്ടുകാര് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എങ്ങനെ കൈനീട്ടുന്നത്. ഈ പൊന്നുമോള് ഈ വീഡിയോയിൽ പറഞ്ഞത് ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകരും. ഞാൻ എൻ്റെ ബാപ്പയെ കണ്ടിട്ട് ദിവസങ്ങളായി. എൻ്റെ ബാപ്പയെ ഒന്ന് കാണിച്ചു തരുന്ന ഈ പൊന്നുമോൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കള് സന്തോഷത്തോടു കൂടി ഓടിച്ചാടി കളിക്കുമ്പോ ഇവിടെ ഒരു പൊന്നുമോള് കരയാണ്, ബാപ്പാനെ കാണണം എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ പൊന്നുമോളുടെ ഉപ്പയെ അവക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. ഈ നാട്ടുകാരെ മൊത്തം ഇവിടെ ഉണ്ട്. നാട്ടിലെ ജനപ്രതിനിധികള്, ഓട്ടോറിക്ഷ തൊഴിലാളികള്, നാട്ടുകാരെല്ലാരും ഇത്ര സങ്കടത്തോടു കൂടി നിങ്ങളോട് കൈ നീട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഏറ്റെടുക്കണം. കാരണം എന്താ അറിയോ, മറ്റൊരു ചാരിറ്റി വീഡിയോ പോലെ നിങ്ങൾ തട്ടി മാറ്റരുത്. ഈ വീഡിയോയില് ഷാവുൽ ഹമീദിന്റെ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നില്ല. ഷാവുൽ ഹമീദിന് ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഷാവുൽ ഹമീദിന്റെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൊന്നുമോളെ നിങ്ങൾ കണ്ടില്ലേ, ഈ മുഖത്തെ നോക്കി നിങ്ങള്. ഈ പൊന്നുമോള് കരയുന്നതേ അവളുടെ ബാപ്പാക്ക് വേണ്ടിയിട്ടാ. ഈ ഹൃദയം പൊട്ടി കരയുന്ന പൊന്നുമോളുടെ സങ്കടം മാറ്റാൻ നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക ഈ പൊന്നുമോളുടെ ബാപ്പാക്ക് നൽകണമെന്ന്. നമസ്കാരം, ഞാൻ UC രാമനാണ്, കുന്നമംഗലത്തെ മുൻ MLA, ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. പെരിങ്ങളം പ്രദേശത്ത് പെരിങ്ങളം ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന റഫീഖ് സാഹിബിന്റെ മകൻ ഷാവുൽ ഹമീദ് ഹൃദയ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ സർജറിക്ക് വിധേയനായി. ഇന്ന് ഏതാണ്ട് വലിയ തുക അദ്ദേഹത്തിന് സർജറിക്ക് ചെലവായി വന്നിരിക്കുകയാണ്. പൊതുവെ നിർധന കുടുംബത്തിൽപ്പെട്ട ഷാവുൽ ഹമീദിന് ഈ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ പെരിങ്ങളം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിൽ ഒത്തുകൂടിയത് ഒരു വലിയ തുക, ഏതാണ്ട് 40 ലക്ഷം ഉറുപ്പികയോളം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാഹരിക്കാനുണ്ട്. കൂടെ ജോലി ചെയ്യുന്ന റഫീഖാന്റെ മകന് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെന്റിലേറ്ററിലാണ്. അപ്പോൾ ആ കുടുംബത്തെ നമ്മളെല്ലാവരും കഴിയണം സഹായിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ വലിയൊരു തുക ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിക്കും. ഞാൻ ഖാലിദ് കിളിമുണ്ട, കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗമാണ്. ഈ നാട് ഒരു സൽക്കർമ്മത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഷാവുൽ ഹമീദ് ജീവന് വേണ്ടി കേഴുകയാണ്. ഷാവുൽ ഹമീദിന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഷാവുൽ ഹമീദിനെ ചേർത്ത് പിടിക്കുമെന്ന് ഈ നാട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ആ ഉത്തരവാദിത്വം, ആ ദൗത്യം നിറവേറ്റുകയും ഷാവുൽ ഹമീദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ 40 ലക്ഷം രൂപ വേണം. ഞാൻ കെ രാധാകൃഷ്ണൻ, ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി. ഈ
ഷാഹുൽ ഹമീദ് ചികിത്സാ കമ്മിറ്റിയുടെ ഖജാൻജി കൂടിയാണ്. എൻ്റെ പ്രദേശത്തുള്ള പെരിങ്ങളം പ്രദേശത്തെ വളരെ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളി റഫീഖിൻ്റെ മകനായ ഷാഹുൽ ഹമീദിന് ഹൃദയ സംബന്ധമായ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ചികിത്സയ്ക്ക് 40 ലക്ഷത്തോളം രൂപ പ്രത്യക്ഷമായിട്ട് തന്നെ വേണം. അതുകൂടാതെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഇനിയും വേണ്ടിവരും. എല്ലാ ആളുകളും, ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഒരു വലിയ സഹായം ഈ കുടുംബത്തിനെ സഹായിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ സീന, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. നമ്മുടെ നാട്ടിലെ കേവലം വെറും 32 വയസ്സ് മാത്രം പ്രായമുള്ള ഷാഹുൽ ഹമീദ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ സർജറിയുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായ ഒരു തുക നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പെരുവയൽ പഞ്ചായത്തിലെ പെരിങ്ങോളം മഹലിന്റെ ഖത്തീബാണ്. എൻ്റെ മഹലിൽ താമസിക്കുന്ന പാലക്കോട്ട് പറമ്പിൽ റഫീഖ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ സഹോദരൻ്റെ മകൻ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന 32 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മോളുടെ പിതാവായ ഷാഹുൽ ഹമീദ് ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം മാറ്റിവെക്കലിന് മാത്രം 30 ലക്ഷം രൂപ വന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ പുറമെ തുടർ ചികിത്സക്കായി വേറെയും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണക്കാരനായ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന സഹോദരനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ആ ഒരു തുക എന്ന് പറയുന്നത് വെറും സ്വപ്നം മാത്രമാണ്. ഷാഹുൽ ഹമീദ് ചികിത്സാ സഹായ സമിതിയുടെയും ഷാഹുൽ ഹമീദിന്റെ ബാപ്പയുടെ ഉമ്മയുടെ പേരിലുള്ള, ഭാര്യയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഈ വീഡിയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേക്ക് ലിമിറ്റേഷൻ വെച്ചത് കൊണ്ട് തന്നെ ഗൂഗിൾ പേ ഒരു 10-12 ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ, ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഷാഹുൽ ഹമീദ് ചികിത്സാ സഹായ സമിതിയുടെ QR കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ തുക നൽകിക്കൊണ്ടും ഈ പൊന്നുമോളുടെ ഉപ്പയെ ജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഹൃദയത്തെ തൊട്ട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.